9 മാസം ഗർഭിണിയായ ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാഗ്രഹം പറഞ്ഞു. എനിക്കെന്തെങ്കിലും മധുരമുള്ളത് തിന്നാൻ പൂതിയുണ്ട്. ഇത് കേട്ടപാട് അലി റളിയല്ലാഹു അൻഹു മദീനയിലെ തെരുവിലേക്ക് ഇറങ്ങി. പലരോടും കടം ചോദിച്ചു. ആരും കൊടുത്തില്ല. അവസാനം റസൂൽ കൊടുത്ത പടയങ്കി ഒരു ജൂതൻ്റെ അടുത്ത് പണയം വെച്ച് കൈ നിറയെ മധുരമുള്ള ഈത്തപ്പഴവുമായി അലി വീട്ടിലേക്കോടി. അപ്പോൾ മദീനയിലെ പള്ളിയുടെ മുൻപിൽ നിൽക്കുന്ന പട്ടിണി കിടക്കുന്ന കുറച്ച് സ്വഹാബാക്കൾ ചോദിച്ചു, അലി, ഒരു ഈത്തപ്പഴം ഞങ്ങൾക്ക് തരൂ. അപ്പോൾ അലി കൈ നീട്ടിക്കൊടുത്തു. അവർ അതൊക്കെ വാരി കഴിച്ചു. അവസാനം വെറും കൈയോടെ വന്ന അലിയോട് ഒരു തർക്കുത്തരവും പറയാതെ ഫാത്തിമ ബീവി ഗോതമ്പ് പുഴുങ്ങിയത് എടുത്തു കൊടുത്തു. അപ്പോൾ അലി അറിയാതെ കരഞ്ഞുപോയി. ബീവി ചോദിച്ചു, എന്തിനാ അലി നിങ്ങൾ കരയുന്നത്? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്താ എന്നോട് മധുരമുള്ള ഈത്തപ്പഴത്തെപ്പറ്റി ചോദിക്കാത്തത്? അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, അലി, എനിക്കുറപ്പാണ്, ഒന്നുകിൽ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കിട്ടിയത് എന്നേക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ സന്തോഷത്തോടെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഫാത്തിമ, നിന്റെ നാവാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം.